വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 9, 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. രക്തസ്രാവക്കാരി. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്നവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. ആഴത്തിലുള്ള വിശ്വാസം സമ്മാനിക്കപ്പെടുന്നു. സമാന്തര സുവിശേഷങ്ങളിലെല്ലാം തന്നെ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ യേശു സുഖപ്പെടുത്തുന്നത് ഭരണാധികാരിയുടെ മകളെ ഉയർപ്പിക്കുന്നതിനു വേണ്ടി പോകുന്ന യാത്രാമധ്യേ ആണ് എന്ന രീതിയിലാണ് രേഖപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നത്. അതുതന്നെ ഈ സംഭവത്തിന്റെ വസ്തുതാപരമായ സ്വഭാവം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. 12 വർഷത്തോളമായി രക്തസ്രാവത്താൽ വിഷമിക്കുന്ന ഒരു സ്ത്രീ യേശുവിലുള്ള അതിയായ വിശ്വാസവും അതിലേറെയുള്ള നിശ്ചയദാർഢ്യത്തോടും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന യേശുവിനെ വഴിയിൽ വെച്ച് കാണാനിടവരുന്നു. ആ സ്ത്രീയുടെ ഉറച്ച ബോധ്യം യേശുവിന് തന്നെ സുഖപ്പെടുത്താൻ കഴിയും എന്നുള്ളതായിരുന്നു. ആഴത്തിലുള്ള ആ വിശ്വാസത്തിന്റെ തീവ്രത കൊണ്ട് എന്ന് വേണം വിചാരിക്കാൻ. യേശുവും ശിഷ്യന്മാരും മറ്റു ജനങ്ങളും കൂടെ തിങ്ങി നിറഞ്ഞ് നടന്നുകൊണ്ടിരുന്നതിനിടയിൽ യേശുവിന്റെ അടുത്തെത്തി കാര്യങ്ങൾ യേശുവിനെ ധരിപ്പിക്കാൻ ആ സ്ത്രീക്ക് അവസരം ലഭിച്ചില്ല. അതുകൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടി തന്നെ, എന്നാൽ ഉറച്ച നിശ്ചയത്തോടുകൂടെ ആ സ്ത്രീ ജനക്കൂട്ടത്തിനിടയിൽ കൂടെ ചിക്കിത്തിരക്കി തന്നെ കടന്നുവന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലൊന്ന് തൊടുന്നു. തീർച്ചയായിട്ടും ആ സ്ത്രീയുടെ ആഴത്തിലുള്ള വിശ്വാസമാണ് അതിനെ ആ സ്ത്രീയെ പ്രേരിപ്പിച്ചത്. ആ സ്ത്രീയുടെ വിശ്വാസപൂർവമായിട്ടുള്ള സ്പർശനം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസപ്രദമായിട്ടുള്ള നിമിഷങ്ങളായിട്ട് മാറ്റുന്നു. യേശു ആ സ്ത്രീയുടെ സ്പർശനം തിരിച്ചറിഞ്ഞ് ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അരുളി ചെയ്യുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം ആഴത്തിലുള്ളതാണ്, ആഴത്തിലുള്ള നിന്റെ സമർപ്പണം സമ്മാനിതമായിരിക്കുന്നു, നീ സുഖം പ്രാപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ സുഖപ്പെടുത്തുന്നു യേശു. ഇവിടെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലേക്ക് സുവിശേഷം കൊണ്ടുവരികയാണ്. യേശുവിന്റെ മനസ്സ് ആത്മാർത്ഥതയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തന നിരതമാകുന്നതായിട്ട് നാം കാണും. അത് ആളുകളെ കാണിക്കുന്നതിനോ വേഷം കെട്ടലുകളോ വെറും അനുഷ്ഠാന പ്രക്രിയകളിലൂടെയോ പ്രകാശിതമാകുന്ന ഒന്നല്ല യേശുവിന്റെ പ്രവർത്തനം. എവിടെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും നിർലിക്കുന്നുവോ അവിടെ യേശു പ്രവർത്തന നിരതമാകുന്നത് കാണാം.